ഇതെന്തുവാ ഈ കറുത്ത സാധനം, അതും സേമിയ പായസത്തിലേക്ക് എന്നാണോ ചിന്തിക്കുന്നേ? പറഞ്ഞുതരാമല്ലോ. മെയ് 13 എൻ്റെ കുഞ്ഞു പെണ്ണിൻ്റെ 4ാമത്തെ പിറന്നാളായിരുന്നേ. അപ്പോൾ ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ പാകത്തിന് ഞങ്ങൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാനൊക്കെ ചെയ്തിരുന്നേ. പക്ഷേ പിറന്നാളിൻ്റെ തലേന്ന് എനിക്കും കുഞ്ഞിനും പനിയായടാ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, വേറൊരു ദിവസത്തേക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. എന്നാലും ബർത്ത്ഡേ ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നിയില്ലേ. അപ്പം ഞാൻ ഓർത്തു പെട്ടെന്നൊരു സേമിയ പായസം ഉണ്ടാക്കാമെന്ന്. സേമിയ പായസത്തിൽ ചവ്വരി ഇടുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചവ്വരി ആദ്യം വേവിച്ചിട്ടാട്ടോ ബാക്കി പ്രോസസ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ ട്രഡീഷണലി ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഒരു കാര്യം ഒഴികെ. ഇത്തവണ ഫ്ലേവറിന് വേണ്ടി വെനില എസൻസ് ആണ് കേട്ടോ ഞാൻ ഏലക്കാപ്പൊടിക്ക് പകരം ചേർത്തത്. പാലും പഞ്ചസാരയും കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ കൂടെ ഈ വെനില എസൻസും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നേ. അതിനിപ്പോൾ പായസത്തിലായാലും ജീവിതത്തിലായാലും ഒരു ചെറിയ കാര്യത്തിന് എത്ര മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ അല്ലേ. എന്തായാലും പായസം അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഏലക്ക പൊടിച്ചിടുന്ന പായസം തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഇത് നമുക്കൊന്ന് വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. ഇത് തണുത്തിട്ട് കഴിക്കാനായിട്ട് അതിലും രുചിയാണ്. അപ്പോൾ ശരി.